ഹലോ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മോള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കലോത്സവത്തിൽ മോണാക്ട് ചെയ്യണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആള് വേറൊരു ഐറ്റത്തിനും കൂടി ഉണ്ടായിരുന്നു, തമിഴ് പദ്യം ചൊല്ലലിനുണ്ടായിരുന്നു. അത് പാഞ്ചാലി ശബദത്തിൻ്റെ ഒരു വേർഷൻ എടുത്തിട്ടാണ് ആൾ അവതരിപ്പിച്ചത്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആള് തമിഴ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല. ആളങ്ങനെ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു തമിഴ് മൂവി കാണുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ടീച്ചേഴ്സ് സെലക്ട് ചെയ്ത ആ ഒരു ഇത് നല്ല ഭംഗിയായിട്ട് ആൾ പഠിച്ച് കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ അന്ന് ചെയ്തു എന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം 4ാം തീയതി ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഞാൻ ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 4ാം തീയതി ആയിരുന്നു നമ്മുടെ കുട്ടിയുടെ പരിപാടി. ആദ്യം മോണാക്റ്റും പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു പദ്യം ചൊല്ലൽ. അപ്പോൾ ആളാകെ ടയേർഡായിരുന്നു. എന്നാൽ പോലും നല്ല പ്രകടനം കാഴ്ചവെച്ച് ആൾക്ക് മോണാക്റ്റിൽ എ ഗ്രേഡ് ഉണ്ട്. പിന്നെ തമിഴ് പദ്യം ചൊല്ലലിന് ബി ഗ്രേഡ് അല്ല കേട്ടോ, സോറി, സെക്കൻഡ് എ ഗ്രേഡ്. അത് ഞാൻ ഒരു ഫോട്ടോ ഇവിടെ ഇടാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഒരു 9 വയസ്സുകാരിയിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കണമുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കണമുള്ളൂ. അവൾക്ക് പരിചയമില്ലാത്തൊരു ഭാഷ എടുത്തിട്ട് ആൾ ഇത്ര അവതരിപ്പിച്ചെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെന്താണ്, നമുക്ക് നമ്മുടെ സ്കൂളിന് കൊടുക്കാൻ പറ്റിയ, ഈ വർഷം നമ്മൾ അവിടെ നിന്ന് പോയ 4 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല എന്താ പറയുക, ഒരു ഗിഫ്റ്റായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റിയൊരു സന്തോഷം, അത്ര തന്നെ. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര നല്ല സ്കൂളാണ്. സ്കൂള് ഏഴിക്കര GLPSലാണ് മോള് പഠിക്കണ LP സ്കൂളിൽ. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെയും എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ല. അത്ര നല്ല ഒരു സ്കൂളും കെയറിങ്ങും കുട്ടികളെ കഴിവ് കണ്ടെത്തും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം പോകുമ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇതൊക്കെയാണ് കുട്ടികളെ കൊണ്ട്. അപ്പോൾ കുട്ടികളത് നല്ല രീതിയിൽ തന്നെ ചെയ്ത എല്ലാ കുട്ടികളും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ മോണാക്റ്റും ഈ പദ്യത്തിൻ്റെ ഇതൊക്കെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ താഴെ. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.